A and B can do a piece of work in 6 days and 8 days respectively. With the help of C, they completed the work in 3 days and earned rupees 1848. What was the share of C? Option A, rupees 924. Option B, rupees 693. Option C, rupees 462. And option D, 231 rupees. റൈറ്റ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, എ ആൻഡ് ബി ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 6 days ആൻഡ് 8 days റെസ്പെക്റ്റീവ്ലി. എ ബി എന്നീ രണ്ട് വ്യക്തികളുണ്ട്. അവർ ഒരു വർക്ക് എ 6 ദിവസം കൊണ്ടും ബി 8 ദിവസം കൊണ്ടും ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യും. റൈറ്റ്. എ ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ 6 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. ബി ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ അത് 8 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. വിത്ത് ദ ഹെൽപ്പ് ഓഫ് സി, ദേ കംപ്ലീറ്റഡ് ദ വർക്ക് ഇൻ 3 days. അപ്പോൾ എയും ബിയും മൂന്നാമതൊരാളായി സി, ഈ 3 പേരും ചേർന്ന് ഈ വർക്ക് 3 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. റൈറ്റ്. എങ്കിൽ അടുത്തെന്താണ് പറഞ്ഞിട്ടുള്ളത്? ആൻഡ് ഏൺഡ് rupees 1848. അവർക്ക് എന്ത് കിട്ടി? അതിൻ്റെ വരുമാനമായി എത്ര കിട്ടി? 1848. വാട്ട് വാസ് ദ ഷെയർ ഓഫ് സി? റൈറ്റ്. അപ്പോൾ എ ബി സി എന്നീ 3 വ്യക്തികളുണ്ട്. അവയിൽ എ ഒറ്റയ്ക്കാണ് ചെയ്യുന്നതെങ്കിൽ ഒരു ജോലി 6 ദിവസം കൊണ്ട് ചെയ്യും. അതേ ജോലി ബി 8 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ. സി എന്ന് പറയുന്ന വേറൊരാളുണ്ട്. അയാൾ എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ടില്ല. എന്താണ് പറഞ്ഞിരിക്കുന്നത്? എയും ബിയും സിയും കൂടി ഒരുമിച്ച് ആ ജോലി ചെയ്തു. അത് 3 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. 3 പേര് ഒരുമിച്ച് ചെയ്തപ്പോൾ 3 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് അവർക്ക് അതിൻ്റെ കൂലിയായി കിട്ടിയത് 1848. റൈറ്റ്. എങ്കിൽ ക്വസ്റ്റ്യൻ എന്താണ്? ഇതിൽ എ ബി സി, ഇതിൽ സിയുടെ ഷെയർ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇത് നമുക്ക് നോക്കാനുള്ളത് എഫിഷ്യൻസി അനുസരിച്ചാണ്. അതായത് ഓരോരുത്തരും ചെയ്യുന്ന വർക്കിൻ്റെ എഫിഷ്യൻസി അനുസരിച്ചാണ് കൂലി. അപ്പോൾ എ ബി സി എന്നീ 3 വ്യക്തികളുണ്ട്. റൈറ്റ്. അപ്പോൾ നമുക്ക് ആദ്യം എഴുതാം. എയുടെ എത്രയാണ് എന്നിട്ടുള്ളത്? എ ഒറ്റയ്ക്കാണെങ്കിൽ 6 ദിവസം കൊണ്ട്. റൈറ്റ്. ബി ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ടാണ്? 8 ദിവസം കൊണ്ട്. അടുത്തെന്താണ് എന്നിട്ടുള്ളത്? എ ബി സി എന്നിവ 3 പേരും ഒരുമിച്ച് ചെയ്തപ്പോൾ എത്ര ദിവസം കംപ്ലീറ്റ് ചെയ്തു? 3 ദിവസം കൊണ്ട്. റൈറ്റ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാനുള്ളത് സിയുടെ എഫിഷ്യൻസിയാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ പ്രീവിയസ് വീഡിയോ ചെയ്തിരുന്നു LCM മോഡൽ. റൈറ്റ്. നമുക്ക് അത് വെച്ച് ഫോളോ ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇവയുടെ LCM എന്താണ്? 6, 8, 3. ഇവയുടെ LCM എത്രയാണ്? ഇപ്പോൾ ഇവിടെ 3 വെച്ച് ചെയ്യുകയാണെങ്കിൽ 6ൽ 3 2 പ്രാവശ്യം, 8 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 3ൽ 3 1 പ്രാവശ്യം. ഇത് ഇനിയും ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 കൊണ്ട് ചെയ്യുമ്പോൾ 2ൽ 2 1 പ്രാവശ്യം, 8ൽ 2 4 പ്രാവശ്യം 1. അപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ 3 × 2 6, 6 × 4 24. റൈറ്റ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 24 എന്ന് കിട്ടി. റൈറ്റ്. അപ്പോൾ ഇതിനെ ഓരോന്നിനും എഫിഷ്യൻസി എങ്ങനെ അറിയാം? 24 ഡിവൈഡ് ബൈ 6 എത്രയാണ്? 4 6 24. 8നെ ചെയ്യുമ്പോൾ 24 ഭാഗം 8 എന്ന് പറയുമ്പോൾ 3, 3 8 24. 24നെ 3 കൊണ്ട് ചെയ്യുമ്പോൾ 8 3 24. റൈറ്റ്. അപ്പോൾ നമുക്ക് കിട്ടി എയുടെ മാത്രം എഫിഷ്യൻസി 4, ബിയുടെ മാത്രം എഫിഷ്യൻസി 3. എയും ബിയും സിയും കൂടി ചേരുമ്പോൾ എത്രയായി? 8 ആയി. അപ്പോൾ സിയുടെ എഫിഷ്യൻസി എത്രയാണ്? എത്രയായിരിക്കും സിയുടെ എഫിഷ്യൻസി? ടോട്ടൽ എഫിഷ്യൻസി 8, എയുടെയും ബിയുടെയും തമ്മിൽ കൂട്ടുമ്പോൾ 7. അപ്പോൾ സിയുടെ എഫിഷ്യൻസിന് 1. റൈറ്റ്. ടോട്ടൽ എയും ബിയും സിയുടെ എഫിഷ്യൻസി കൂട്ടുമ്പോൾ കിട്ടുന്ന എത്രയാണ്? 8. എയുടെ എഫിഷ്യൻസി 4, അതിൽ ബിയുടെ എഫിഷ്യൻസി അതിൽ 3. അപ്പോൾ ടോട്ടൽ 7 എഫിഷ്യൻസി എങ്ങനെ പോയി? അപ്പോൾ സിയുടെ എഫിഷ്യൻസിന് 1 ആയിരിക്കും. റൈറ്റ്. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? സിയുടെ ഷെയറാണ് കണ്ടുപിടിക്കാനുള്ളത്. അവർക്ക് മൊത്തമായി കിട്ടിയ കൂലിയാണ് 1848. ഇതിൽ സിയുടെ എത്രയെന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? സിയുടെ ഷെയർ എന്നെങ്ങനെ ആയിരിക്കും? ഞാൻ പറഞ്ഞു എഫിഷ്യൻസി അനുസരിച്ചായിരിക്കും.
അതായത് ടോട്ടൽ എഫിഷ്യൻസി 8 അതിൽ സിയുടെ എഫിഷ്യൻസി എത്രയാണ്? 1. റൈറ്റ്. അപ്പോൾ 8-1 1848 ടോട്ടൽ കൂലിയുടെ 8-1 ഭാഗമായിരിക്കും ആർക്ക് കിട്ടുന്നത്? സിക്ക് കിട്ടുന്നത്. അപ്പോൾ എങ്ങനെ എഴുതാം? 1/8 × 1848. റൈറ്റ്. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 8 കൊണ്ട് ചെയ്യാം. 2 8 16, റിമൈനിങ് ഉള്ള 2 ഉണ്ട്, 24 24, 1 8 2 16, 3 8 24. അപ്പോൾ 3 പ്രാവശ്യം, റിമൈനിങ് ഉള്ള 8 8-ൽ 8 1 പ്രാവശ്യം. അപ്പോൾ എത്രയാണ്? 231. അതായത് 231 രൂപയാണ് സിക്ക് കൂലിയായിട്ട് ലഭിക്കുന്നത്. റിമൈനിങ് ഉള്ള എമൗണ്ട് അത്രയും എക്കും ബിക്കും ആണ്. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് ആൻസർ? 231. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പോൾ ഒന്നുകൂടെ പറയാം. ക്വസ്റ്റ്യൻ എന്താണ് തന്നിട്ടുള്ളത്? എ ഒരു വർക്ക് 6 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ. ബി അതേ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 8 ദിവസം എടുക്കും. അടുത്തെന്താണ് പറഞ്ഞിട്ടുള്ളത്? എ ബിയും കൂടാതെ മൂന്നാമത്തെ ആളെ സിയും കൂടെ ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ 3 ദിവസം കൊണ്ട് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യും. ഇത്രയാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നത്. റൈറ്റ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഓരോരുത്തരുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കാം. നമ്മൾ എന്ത് ചെയ്യും? ആദ്യം LCM കണ്ടുപിടിക്കും. LCM കണ്ടുപിടിക്കും 24, അതായത് ടോട്ടൽ വർക്ക് 24 കിട്ടി. അപ്പോൾ ഇനി ഓരോന്നിനെ ഡിവൈഡ് ചെയ്യുക. 24 ÷ 6 4 കിട്ടി. അതായത് എയുടെ എഫിഷ്യൻസി 4 കിട്ടി. ബിയുടെ എഫിഷ്യൻസി 24/8, അതായത് 3 കിട്ടി. എയും ബിയും സിയും കൂടെ ചേരുമ്പോൾ അവിടെ എഫിഷ്യൻസി പറയുന്നത് 24 ÷ 3, അതായത് 8 കിട്ടി. റൈറ്റ്. അപ്പോൾ ടോട്ടൽ 3 പേരുടെ എഫിഷ്യൻസി കൂട്ടുമ്പോൾ 8, എയുടെയും ബിയുടെയും കൂട്ടുമ്പോൾ 7. അപ്പോൾ റിമൈനിങ് ഉള്ള എഫിഷ്യൻസി ആരുടെയാണ്? സിയുടെയാണ്. അതായത് സിയുടെ എഫിഷ്യൻസിന് 1. റൈറ്റ്. അപ്പോൾ എഫിഷ്യൻസി അനുസരിച്ചാണ് സാലറി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ സിയുടേത് ടോട്ടൽ എഫിഷ്യൻസി 8, അതിൽ 1 സിയുടേത്. റൈറ്റ്. അപ്പോൾ 8-1, അതായത് നമുക്ക് കിട്ടുന്ന വരുമാനത്തിന് അല്ലെങ്കിൽ കൂലിയുടെ 8-1 കാണുക. അപ്പോൾ 1/8 × 1848. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 231. അതായത് സിക്ക് കൂലി ഇനത്തിൽ കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 231 രൂപ. മോഹൻ ലെൻഡ് സം എമൗണ്ട് ഓഫ് മണി അറ്റ് 9% സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് ആൻ ഈക്വൽ എമൗണ്ട് ഓഫ് മണി അറ്റ് 10% സിമ്പിൾ ഇൻട്രസ്റ്റ് ഈച്ച് ഫോർ 2 years. If his total interest was ₹760, what amount was lent in each case? Option A, ₹1,700. Option B, ₹4,000. Option C, ₹1,900. And option D, ₹2,000. ഓക്കെ. അപ്പോൾ നമുക്കിതിൻ്റെ അർത്ഥം നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: മോഹൻ ലെൻഡ് സം എമൗണ്ട് ഓഫ് മണി അറ്റ് 9% സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് ആൻ ഈക്വൽ എമൗണ്ട് ഓഫ് മണി അറ്റ് 10% സിമ്പിൾ ഇൻട്രസ്റ്റ് ഈച്ച് ഫോർ 2 years. അപ്പം മോഹൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അയാൾ ഒരു പർട്ടിക്കുലർ എമൗണ്ട് മണി 9% സാധാരണ പലിശയ്ക്ക് നൽകുന്നു ഒരാൾക്ക്. റൈറ്റ്. ആ ഈക്വൽ എമൗണ്ട് മണി എത്രയാണോ ആദ്യത്തെ വ്യക്തി കൊടുത്തത് ആ എമൗണ്ട് മണി തന്നെ വേറൊരാൾക്ക് 10% സാധാരണ പലിശയ്ക്കും കൊടുക്കുന്നു 2 വർഷത്തേക്ക്. റൈറ്റ്. പ്രത്യേകം ശ്രദ്ധിക്കുക. മോഹൻ എന്ന് പറയുന്നത് നമുക്ക് പറയാം ഒരു പലിശക്കാരൻ. അദ്ദേഹം 9% പലിശയ്ക്ക്, സാധാരണ പലിശയ്ക്ക് ഒരാൾക്ക് 2 വർഷത്തേക്ക് ക്യാഷ് നൽകുന്നു. റൈറ്റ്. അത് എമൗണ്ട് എത്രയെന്ന് പറയുന്നില്ല. അടുത്തെന്താണ് പറയുന്നത്? ആദ്യത്തെ വ്യക്തിക്ക് എത്ര രൂപ തന്നെയാണോ പലിശയ്ക്ക് കൊടുത്തത് അതേ എമൗണ്ട് മണി രണ്ടാമത്തെ ആൾക്ക് 10%, അതായത് 1% കൂട്ടി 10% പലിശയ്ക്ക് കൊടുക്കുന്നു. അതും 2 വർഷത്തേക്കാണ്. ഈ 2 വ്യക്തികൾക്കും എമൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് 2 വർഷത്തേക്കാണ്. 2 വർഷത്തെ കാലയളവിലാണ്. റൈറ്റ്. ഇഫ് ഹിസ് ടോട്ടൽ ഇൻട്രസ്റ്റ് വാസ് ₹760, വാട്ട് എമൗണ്ട് വാസ് ലെൻഡ് ഇൻ ഈച്ച് കേസ്? അടുത്ത് പറഞ്ഞിരിക്കുക ഇങ്ങനെയാണ്: അയാൾക്ക് ഈ 2 വർഷവും കൂടി ടോട്ടൽ ഇൻട്രസ്റ്റായി 760 രൂപ ലഭിച്ചു എങ്കിൽ ഈ ഓരോ വ്യക്തിക്കും നൽകിയ എമൗണ്ട് എത്രയാണ്? റൈറ്റ്. അപ്പോൾ ക്വസ്റ്റ്യൻ എത്രയേ ഉള്ളൂ? മോഹൻ എന്ന് പറയുന്ന ഒരു പലിശക്കാരൻ, അദ്ദേഹം 2 പേർക്ക് പലിശയ്ക്ക് കൊടുക്കുന്നു. ആദ്യത്തെ ആൾക്ക് 9% സാധാരണ പലിശയ്ക്കും രണ്ടാമത്തെ ആൾക്ക് 10% സാധാരണ പലിശയ്ക്കും കൊടുക്കുന്നു. 2 വർഷം കാലയളവിലാണ് 2 പേർക്കും കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്തപ്പോൾ ഇയാൾക്ക് ടോട്ടൽ എത്ര കിട്ടി? 760 രൂപ പലിശ ഇനത്തിൽ കിട്ടിയെങ്കിൽ ഈ ഓരോ കേസിലും കൊടുത്ത എമൗണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കാനുള്ളത്. ഇത് എങ്ങനെ ചെയ്യാം?
നമുക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവും. ആദ്യത്തെ വ്യക്തിക്ക് 9%. നമുക്ക് ആ എമൗണ്ട് അറിയില്ല, റൈറ്റ്? അപ്പോൾ ഇങ്ങനെ എഴുതാം. എമൗണ്ട് വാസ് ലെൻഡ് ഇൻ ഈച്ച് കേസ് എക്സ്. അതായത് ഈ ഓരോ കേസിനും കൊടുത്ത എമൗണ്ട്, അതായത് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആദ്യത്തെ ആൾക്ക് ഒരു 1000 രൂപ കൊടുത്തു, രണ്ടാമത്തെ ആൾക്കും അതേപോലെ 1000 രൂപയാണ് കൊടുത്തത്, റൈറ്റ്? അതായത് ഇതിൽ പറഞ്ഞിട്ടുണ്ട്, എന്താണ് പറഞ്ഞിട്ടുള്ളത്? രണ്ടുപേർക്കും കൊടുത്തത് എന്താണ്? ഈക്വൽ എമൗണ്ട് ആണ്, റൈറ്റ്? അപ്പോൾ ആ ഈക്വൽ പർട്ടിക്കുലർ എമൗണ്ടിനെ നമ്മൾ എക്സ് എന്ന് എടുത്തു. ഡൗട്ടില്ലല്ലോ? അതായത് ആദ്യത്തെ ആൾക്കും എക്സ് എമൗണ്ടാണ് കൊടുത്തത്, രണ്ടാമത്തെ ആൾക്കും കൊടുത്ത എമൗണ്ട് എന്ന് പറയുന്നത് എക്സ് തന്നെയാണ്, റൈറ്റ്? അപ്പോൾ ആദ്യം നമ്മളൊന്ന് അസ്യൂം ചെയ്യാണ് എക്സ് എന്ന് കൊടുത്തു. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ആദ്യത്തെ ആൾക്ക് 9% സിമ്പിൾ ഇൻട്രസ്റ്റിലാണ് കൊടുത്തത്, റൈറ്റ്? ശ്രദ്ധിക്കാനുള്ള 9%. അപ്പോൾ എങ്ങനെ എഴുതാം? എക്സ് എന്ന് പറയുന്നത് എന്താണ്? അയാൾക്ക് കൊടുത്ത എമൗണ്ട്, ഒരാൾക്ക് കൊടുത്ത എമൗണ്ട്, റൈറ്റ്? അതിൻ്റെ എത്ര ശതമാനമാണോ? 9%. 9% എങ്ങനെ എഴുതാം? 9/100, റൈറ്റ്? ഡൗട്ടില്ലല്ലോ? 100. എത്ര വർഷത്തേക്കാണ്? 2 വർഷം. ഒരു വർഷത്തത് നമുക്കിങ്ങനെ എഴുതാൻ കിട്ടും. ഇതിപ്പോൾ എക്സ് ഇൻറ്റു 9/100 എന്ന് പറയുമ്പോൾ ഈ എക്സ് എന്ന് പറയുന്നത് അയാൾക്ക് കൊടുത്ത എമൗണ്ടിൻ്റെ 9% കിട്ടുന്നത്, റൈറ്റ്? അതായത് ഒരു വർഷത്തെ പലിശ കിട്ടും. അപ്പോൾ 2 വർഷത്തെ കിട്ടണമെങ്കിൽ 2 കൊണ്ട് ഗുണിക്കുക, റൈറ്റ്? 2 കൊണ്ട് ഗുണിക്കുക, റൈറ്റ്? അപ്പോൾ ഫസ്റ്റ് കേസായി നമുക്ക്. അതായത് എക്സ് എന്ന് പറയുന്ന എമൗണ്ട് ഫസ്റ്റ് ആൾക്ക് 9% പലിശയ്ക്ക് കൊടുത്തു. 2 വർഷമാകുമ്പോൾ എത്ര പലിശ കിട്ടുമെന്ന് ഇവിടെ കിട്ടും, റൈറ്റ്? ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും ആദ്യത്തെ വ്യക്തിയിൽ നിന്നും 2 വർഷത്തേക്കുള്ള പലിശ ഇനത്തിൽ കിട്ടുന്ന എമൗണ്ട്, റൈറ്റ്? പ്ലസ് ഇത് അടുത്ത രണ്ടാമത്തെ വ്യക്തി നോക്കുമ്പോൾ രണ്ടാമത്തെ വ്യക്തിക്ക് കൊടുത്ത എമൗണ്ട് സെയിം ആണ്, എക്സ് തന്നെയാണ്. അടുത്തതിന് പറഞ്ഞിട്ടുള്ളത് അയാൾക്ക് കൊടുത്ത 10% പലിശയ്ക്കാണ്. അപ്പോൾ 10/100 അയാൾക്കും 2 വർഷത്തേക്ക്, അപ്പോൾ ഇൻറ്റു 2, റൈറ്റ്? അപ്പം ആദ്യത്തെ വ്യക്തിയിൽ നിന്നും ടോട്ടൽ ഈ മോഹൻ എന്ന് പറയുന്ന വ്യക്തിക്ക് കിട്ടിയ പലിശ എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു 9/100 ഇൻറ്റു 2, റൈറ്റ്? രണ്ടാമത്തെ വ്യക്തിയിൽ നിന്നും ഈ മോഹൻ എന്ന് പറയുന്ന ആൾക്ക് പലിശ ഇനത്തിൽ 2 വർഷത്തേക്ക് കിട്ടിയ എമൗണ്ട് എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു 10/100, അതായത് 10% പലിശ ഇൻറ്റു 2 വർഷം, അപ്പോൾ 2, റൈറ്റ്? ഇത് രണ്ടുപേരും കൂടെ ഒരുമിച്ച് കിട്ടിയ എമൗണ്ട് എത്രയാണ്? 760, റൈറ്റ്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള എമൗണ്ട്, റൈറ്റ്? അപ്പോൾ ഇങ്ങനെ എഴുതാൻ അറിയാമെന്നുള്ള ഒരാൾക്ക് ഇനി ഇതിനെ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എക്സ് ഈക്വൽ ടു എന്ന ഫോർമാറ്റിലാക്കിയാൽ ആൻസറായി. കാരണം എക്സ് ആണ് ഓരോരുത്തർക്കും കൊടുത്ത എമൗണ്ട് നമ്മൾ അസ്യൂം ചെയ്തിട്ടുള്ളത്, റൈറ്റ്? ഇനി ചെയ്യുന്ന വേറെ ഒന്നുമില്ല, ഇനി സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ മെയിൻ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ നിന്നും ഈ ഫോർമുലയിലോട്ട് എത്തണം, റൈറ്റ്? ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യാം? നമുക്ക് ഈ എക്സിനെ കോമൺ ആയിട്ട് പുറത്തെടുക്കാമല്ലോ. എക്സിനെ കോമൺ ആയിട്ട് പുറത്തെടുത്തു. അടുത്ത റിമൈനിങ്ങൾ നോക്കാം. 9 × 2 18. 18 ഇവിടെ എന്ത് വരും? പ്ലസ് 10 × 2 20, റൈറ്റ്? ഈ രണ്ടിലും ഛേദം സെയിം ആയതുകൊണ്ട് നമുക്ക് ഛേദത്തിൽ എഴുതാം 100, റൈറ്റ്? ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഈ സ്റ്റെപ്പ് കുറയ്ക്കാനാണ് ഇങ്ങനെ ചെയ്തത്. ഇപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും. 9 × 2 18, 18/100 എന്ന് ഇവിടെ വരും, റൈറ്റ്? പ്ലസ് ഇവിടെ ചെയ്യുമ്പോൾ 20/100 എന്ന് വരും, റൈറ്റ്? അപ്പോൾ നമുക്കറിയാം ഭിന്നസംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ എന്ത് ചെയ്യാം? കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം? അവയുടെ ഛേദം ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ന്യൂമറേറ്റർ തമ്മിൽ കൂട്ടിയിട്ട് ഡിനോമിനേറ്റർ അതുപോലെ എഴുതുക, റൈറ്റ്? അപ്പോൾ അവിടെ 2 സ്റ്റെപ്പ് കുറയും, റൈറ്റ്? അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങനെ എഴുതിയത് ഡയറക്റ്റ്. അപ്പോൾ 9 × 2 18 പ്ലസ് 10 × 2 20 /100, റൈറ്റ്? ഈക്വൽ ടു 760. ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യാം? 18ഉം 20 എത്രയാണ്? 38, റൈറ്റ്? 38 ഇവിടെ എന്താണ്? എക്സ് ആണുള്ളത് അല്ലേ? അത് നമുക്ക് 38 എക്സ് എന്ന് എഴുതാം. ഈ 100 റൈറ്റ് സൈഡ് പോകുമ്പോൾ എന്ത് സംഭവിക്കും? മൾട്ടിപ്ലൈ ചെയ്യും, 76,000. അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? എക്സ് ഈക്വൽ ടു 76,000 /38, റൈറ്റ്? ഇത് വളരെ സിമ്പിളാണ്, നമുക്കറിയാം. 38ൻ്റെ ഇരട്ടിയാണ് 76, അതായത് 2 × 38 എന്ന് പറയുന്നത് 76 ആണ്, റൈറ്റ്? അപ്പോൾ 76ൽ 38 2 പ്രാവശ്യം. അപ്പോൾ എക്സ് ഈക്വൽ ടു 2000, റൈറ്റ്? 2000. അപ്പോൾ നമുക്കറിയാം എക്സ് ഈക്വൽ ടു 2000 കിട്ടി. നമ്മൾ എന്താണ് എക്സിൻ്റെ എക്സ് എന്ന് പറഞ്ഞത്?
എമൗണ്ട് വാസ് ലെൻഡ് ഇൻ ഈച്ച് കേസ്. ഈ രണ്ട് കേസിലും കൊടുത്ത എമൗണ്ടാണ് എക്സ്. അതായത് ഓരോ വ്യക്തിക്കും 2000 വെച്ചാണ് കൊടുത്തത്. അതായത് ആദ്യത്തെ വ്യക്തിക്ക് 2000 രൂപ കൊടുത്തു. എന്ത്? 9% സാധാരണ പലിശയ്ക്ക്. രണ്ടാമത്തെ വ്യക്തിക്ക് ഇതേ സെയിം എമൗണ്ട് 2000 തന്നെയാണ് കൊടുത്തത്. എത്ര ശതമാനം? 10% സാധാരണ പലിശയ്ക്ക്. അങ്ങനെയെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ ഈ മോഹൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ടോട്ടൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 760 ആയിരിക്കും. റൈറ്റ്? അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ ആൻസർ. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് പരീക്ഷയ്ക്ക് അങ്ങനെ ചെക്ക് ചെയ്യാൻ സമയമൊന്നും കിട്ടില്ല. നമുക്ക് ഇത്ര എഴുതുന്നതിനുള്ള സമയം തന്നെ കിട്ടുന്നത്. ഇപ്പോൾ നമുക്കിപ്പോൾ ആവശ്യം സമയമുണ്ട്. നമുക്കതുകൊണ്ട് തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇനിയുള്ളത് എഴുതുന്നത് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്, അല്ല നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനൊന്നുമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷയ്ക്ക് തന്നെ ഇപ്പോൾ ഒരു ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്, നിങ്ങൾക്ക് ആവശ്യം സമയമുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ആൻസർ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്താണ്? 2000. റൈറ്റ്? ഡി ആണ് ഓപ്ഷൻ. നമുക്ക് നോക്കാം, ആദ്യം ഇത് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് പറഞ്ഞിട്ടുള്ളത് 2000 രൂപയാണ് ഓരോരുത്തരും കൊടുത്തത്. ആദ്യത്തെ ആൾക്ക് എത്ര കൊടുത്തു? 9%. റൈറ്റ്? 9% പലിശ ഇനത്തിൽ കൊടുത്തു 2 വർഷത്തേക്ക്. റൈറ്റ്? അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 0 0 ക്യാൻസൽ. 9 2 18, 18 2 36, 360 രൂപ ആദ്യത്തെ വ്യക്തിയിൽ നിന്ന്. രണ്ടാമത്തെ ആളേലോ 2000 രൂപ കൊടുത്തു, 10% പലിശ നിരക്കിൽ. അപ്പോൾ 10/100 × 2. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 0 2 0 ക്യാൻസൽ. 20 × 2 40, 40 400. അപ്പം രണ്ടാമത്തെ വ്യക്തിയിൽ നിന്ന് 2 വർഷത്തേക്ക് 400 രൂപ കിട്ടും. ആദ്യത്തെ വ്യക്തിയിൽ നിന്ന് 2 വർഷത്തേക്ക് 360. അപ്പോൾ ടോട്ടൽ എത്രയായി? 760. നമ്മുടെ ക്വസ്റ്റ്യനിൽ മോഹൻ എത്രയാണ് കിട്ടിയത്? 760. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെയും വെരിഫൈ ചെയ്യാവുന്നതാണ്. റൈറ്റ്? അപ്പോൾ വളരെ സിമ്പിൾ സ്റ്റെപ്പാണ്. അപ്പോൾ ഇത് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. എന്നാലും നിങ്ങൾക്ക് തിരിച്ച് മാത്സിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കാം. അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 1/2 + 1/4 + 1/8 + 1/16 = ഓപ്ഷൻ എ 3/4, ഓപ്ഷൻ ബി 1/3, ഓപ്ഷൻ സി 4/16, ഓപ്ഷൻ ഡി 15/16. ഓക്കെ, ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ നമ്മൾ ഷോർട്ട് കട്ട് അറിഞ്ഞില്ലെങ്കിൽ അല്പം ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒന്നാണ്. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് നോക്കാം. പക്ഷേ ഇതിൻ്റെ ഓപ്ഷൻസ് വളരെ ഈസിയാണ്. നമുക്ക് ആദ്യം ഓപ്ഷൻസിൽ നിന്ന് ആൻസർ എടുക്കാൻ നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഷോർട്ട് കട്ട് മെത്തേഡ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? അവിടെ തന്നിട്ടുള്ളത് ഒരു 4 ഭിന്നസംഖ്യകൾ തന്നിട്ടുണ്ട്. അവയുടെ ടോട്ടലാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ആദ്യം നൽകിയ ഓപ്ഷനാണ് 3/4, അതായത് 1/4. നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാൻ പറയാം. ആദ്യം കിടക്കുന്നത് 1/2 ആണ്, അതായത് അരയാണ്, ഹാഫ്. രണ്ടാമത് കിടക്കുന്നത് എന്താണ്? 1/4, അതായത് കാൽഭാഗമാണ്. അരയും കാലും കൂട്ടുമ്പോൾ തന്നെ അവിടെ നമുക്ക് എന്തായി? 1/4. അപ്പോൾ എ ഒരിക്കലും ആൻസർ വരില്ല. എ അപ്പോൾ തന്നെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അടുത്ത് നൽകുന്നുള്ളത് ബി എന്ന് പറയുന്നത് 1/3. 1/3 വരുമോ? നമ്മൾ നോക്കാൻ പറയാം. ഇപ്പോൾ ഇതൊരു സർക്കിൾ എടുക്കുകയാണ്. അതിനെ 3 ഞാൻ ഭാഗിക്കുകയാണ്. 3 ഭാഗങ്ങളായിട്ട് ഭാഗിക്കുകയാണ്. ഇതിലെന്താണ് പറഞ്ഞിട്ടുള്ളത്? 3 ൽ 1. 3 ൽ 1 പറയുമ്പോൾ ഇത്രയും ഭാഗം. റൈറ്റ്? ഇത്രയും ഭാഗം. ഇവിടെ നമുക്കറിയാം 1/2 എന്ന് പറയുമ്പോൾ തന്നെ പകുതിയായി, ഇത്രയുമായി പകുതിയായി. പക്ഷേ ഇവിടെ പറയുന്നത് 3 ൽ 1 ഇത്ര ഭാഗമേ വരുന്നുള്ളൂ ആകെ. അപ്പോൾ എന്തായാലും നമുക്ക് കിട്ടുന്ന വാല്യൂ 1/4 ഭാഗത്തേക്കാൾ കൂടുതലായിരിക്കും. കാരണം ഈ രണ്ടും കൂട്ടം തന്നെ 1/4 ഭാഗം വരും. ഇവിടെ കാൽ ഭാഗത്തേക്കാൾ അല്പം കൂടെ കൂടുതൽ, അതായത് അരഭാഗത്തേക്കാൾ കുറവാണ്. അപ്പോൾ ഒരിക്കലും 1/3 വരില്ല. അടുത്ത് 4/16. ഇത് സിംപ്ലിഫൈ നമുക്കറിയാം. 1/4 എന്ന് വരും, അതായത് കാൽഭാഗം. നമുക്കിവിടെ ഒരു പോർഷൻ മാത്രം കാൽഭാഗമുണ്ട്. എന്തായാലും അതിനേക്കാൾ വലിയ നമ്പർ വരും. അപ്പോൾ ഇതും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഡി എ ആൻസർ വരും. ഓപ്ഷൻ അവിടെ വരാൻ സാധ്യതയുള്ളത് എന്താണ്? ഡി ആണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ആണ്. നമുക്ക് ഓപ്ഷൻ വഴി കണ്ടെത്തി.
അപ്പോൾ ഒരു പക്ഷേ നമുക്ക് ഓപ്ഷൻ വഴി കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ ഇതിന് മനസ്സിലാക്കാനുള്ള ഒരു ഷോർട്ട് കട്ടാണ്. ഇപ്പോൾ ഈ തന്നിരിക്കുന്ന നമ്പേഴ്സൊക്കെ നമുക്കൊരു ബന്ധം മനസ്സിലാവും. അതായത് ആദ്യം തന്നിരിക്കുന്ന നമ്പറിൻ്റെ പകുതിയാണ് രണ്ടാമത്തെ നമ്പർ, അതായത് അരയുടെ പകുതിയാണ് കാൽഭാഗം, റൈറ്റ്. രണ്ടാമത്തെ നമ്പറിൻ്റെ പകുതിയാണ് മൂന്നാമത്തെ നമ്പർ, അതായത് 1/1 പകുതിയാണ് 16 അപ്പോൾ ഇങ്ങനെ ഒരു ശ്രേണിയായിട്ട് തന്നിരുന്നാൽ അവയുടെ തുകയാണ് കണ്ടെത്താനുള്ളത്. അതായത് ഒന്നാമത്തിൻ്റെ പകുതി 2, രണ്ടാമത്തിൻ്റെ പകുതിയാണ് മൂന്നാമത്തെ നമ്പറിൻ്റെ പകുതിയാണ് നാലാമത്തെ നമ്പർ. ഇങ്ങനെ തന്നിരുന്നാൽ അവിടെ മനസ്സിലാക്കാനുള്ള വളരെ എളുപ്പമുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അവസാനമുള്ള ഡിനോമിനേറ്റർ നോക്കുക, അത് ഡിനോമിനേറ്ററിൽ തന്നെ എഴുതുക. ന്യൂമറേറ്ററിൽ എഴുതാനുള്ളത് ഈ അവസാനത്തെ ഡിനോമിനേറ്ററിൽ നിന്നും 1 കുറച്ച നമ്പറാണ്. ഇവിടെ തന്നിട്ടുള്ള 16 അപ്പോൾ 16 - 1 15. നമ്മുടെ ഇവിടുത്തെ ആൻസർ 15/16. സിമ്പിളായിട്ട് എത്താം. ഇപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു സീരീസ് ഓഫ് നമ്പർ തന്നിട്ട് ആദ്യത്തെ നമ്പറിൻ്റെ പകുതിയാണ് രണ്ടാമത്തെ ഫ്രാക്ഷൻ്റെ പകുതിയാണ് മൂന്നാമത്തെ ഫ്രാക്ഷൻ നമ്പർ, മൂന്നാമത്തെ ഫ്രാക്ഷൻ നമ്പറിൻ്റെ പകുതിയാണ് നാലാമത്തെ ഫ്രാക്ഷൻ നമ്പർ. ഇങ്ങനെ തന്നിരുന്നാൽ നമ്മൾ ചെയ്യാനുള്ളത് അവസാനത്തെ ഫ്രാക്ഷൻ നമ്പർ എടുക്കുക, അതിൻ്റെ ഡിനോമിനേറ്റർ എഴുതുക, ഡിനോമിനേറ്ററിലെ നമ്പറിൻ്റെ 1 കുറച്ചുമ്പോൾ കിട്ടുന്ന നമ്പർ അതിനെ ന്യൂമറേറ്റർ എഴുതുക. ഇതായിരിക്കും ആൻസർ.